ആലപ്പുഴയിൽ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ യുവതിക്ക് ക്രൂരമർദ്ദനം. ഭരണിക്കാവ് സ്വദേശിയായ യുവതിയാണ് ഭർത്താവും ബന്ധുക്കളും ചേർന്ന് മന്ത്രവാദത്തിന് ഇരയാക്കിയത്. സംഭവത്തിൽ ഭർത്താവ് അനീഷ്, ദുർമന്ത്രവാദികളായ സുലൈമാൻ, അൻവർ ഹുസൈൻ, ഇമാമുദ്ദീൻ എന്നിവരടക്കം 6 പേര് ആലപ്പുഴ നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ശരീരത്തിൽ ബാധ കയറിയെന്നാരോപിച്ചാണ് ആലപ്പുഴ ഭരണിക്കാവ് സ്വദേശിയായ യുവതിയെ ഭർത്താവ് അനീഷും ബന്ധുക്കളും ചേർന്ന് ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയാക്കിയത്. കൊല്ലം കുളത്തപ്പുഴ സ്വദേശികളായ 3 ദുർമന്ത്രവാദികളെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് ദുർമന്ത്രവാദം നടത്തിയത്. അന്ധവിശ്വാസിയായ ഭർത്താവ് അനീഷ് ഭാര്യയുടെ ദോഷങ്ങൾ മാറാനെന്ന വ്യാജേന വീട്ടിലുള്ള സമയം കൂടെ നടന്ന് മന്ത്രങ്ങൾ ചൊല്ലുകയും ഓതുകയും പതിവായിരുന്നു. ഇത് യുവതി ചോദ്യം ചെയ്തപ്പോൾ ദേഹത്ത് ജിന്ന് കയറിയെന്നും അത് ഒഴിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് ബന്ധുക്കളുടെ സഹായത്തോടെ ദുർമന്ത്രവാദികളെ വീട്ടിൽ വിളിച്ചു വരുത്തി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. ശരീരത്തിൽ ജിന്ന് കയറിയതാണെന്നും അത് ഒഴിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബന്ധുക്കളായ ഷിബു, ഷാഹിന എന്നിവരെ വിളിച്ചു വരുത്തി അവരുടെ സഹായത്താൽ കുളത്തൂപ്പുഴയുള്ള ദുർമന്ത്രവാദികളായ അൻവർ ഹുസൈൻ, ഇമാമുദ്ദീൻ, സുലൈമാൻ എന്നീ 3 ദുർമന്ത്രവാദികളെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഈ യുവതിക്ക് നേരെ ദുർമന്ത്രവാദം നടത്തുകയും. IT ജീവനക്കാരിയായ യുവതിയുടെ 2ാം വിവാഹമാണിത്. സംഭവത്തിൽ യുവതിയുടെ പരാതിയെ തുടർന്ന് ഭർത്താവ് അനീഷ്, ബന്ധുക്കളായ താമരക്കുളം സ്വദേശി ഷിബു, ഭാര്യ ഷാഹിന, ദുർമന്ത്രവാദത്തിന് നേതൃത്വം നൽകിയ സുലൈമാൻ, അൻവർ ഹുസൈൻ, ഇമാമുദ്ദീൻ എന്നിവരെ നൂറനാട് പോലീസ് പിടികൂടി. മർദ്ദനത്തെ തുടർന്ന് അവശയായ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. യുവതിയെ കൗൺസിലിംഗിന് വിധേയമാക്കും. പ്രതികളെ മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. കണ്ണൂർ ഏഴിലോട് ദേശീയപാതയിൽ ടാങ്കർ ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. മദ്യപിച്ച് വാഹനമോടിച്ച തമിഴ്നാട് നാമക്കൽ സ്വദേശി മണിവേലിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്.